ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബട്ടർ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോണുള്ള ചിക്കൻ തന്നെയാണ് എടുത്തേക്കുന്നത്. ബോൺലെസ് ചിക്കനും എടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത നല്ല കട്ടിയായിട്ടുള്ള തൈരും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറഞ്ഞൊരു അരമണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കുക്കറിലാണ് മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് ഉരുകി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 കഷ്ണം പട്ട, 2 ഏലയ്ക്ക, 2 ഗ്രാമ്പു എന്നിവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഈ ബട്ടറിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോഴാണ് നല്ലൊരു മണമൊക്കെ ഉണ്ടാവുക. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 വലിയ സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്നൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയുടെ ഒപ്പം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 10 അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കിയെടുക്കാം. അപ്പോൾ സവാള ഒരുപാട് വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് വാടി വന്നാൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്താലേ നല്ല കളർ കിട്ടുള്ളൂ. സാധാ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എരിവ് കൂടും ചെയ്യും, എന്നാൽ കളറ് കുറവായിരിക്കും. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിലേക്ക് 2 മീഡിയം സൈസിൽ തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട്, സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, എന്നാൽ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിലടിപ്പിക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 കപ്പ് മതിയാവും, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒരു വിസിലടിക്കാനായിട്ട്. ഒരു വിസിലടിച്ച് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിൻ്റെ എയറെല്ലാം പോയി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ ബട്ടറിലാണ് ചിക്കൻ വറുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് ഉരുകി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ കുക്കറിൽ ഒരു വിസിൽ വന്നിട്ട് ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തിട്ട് എയറൊക്കെ തന്നെ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സവാളയും തക്കാളിയൊക്കെ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ചൂടാറാനായിട്ട് വെക്കണം. അതിന് മുന്നായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ആ കറുവപ്പട്ട ഒന്ന് നമുക്കെടുത്ത് മാറ്റാം. കാരണം നമ്മളിത് ചൂടാറി കഴിഞ്ഞ് മിക്സിയിൽ ചാലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആ സമയത്ത് ഈ കറുവപ്പട്ട കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാനും പറ്റില്ല. പിന്നെ ഈ കറുവപ്പട്ടയുടെ ഭയങ്കരമായിട്ടുള്ള കുത്തും വരും കറിക്ക്. അപ്പോൾ നമുക്ക് ആയിട്ടുള്ള കറുവപ്പട്ട മാത്രം ഒന്ന് മാറ്റിയെടുക്കാം. കരയാമ്പും ഏലക്കൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. അതിനുശേഷം നന്നായിട്ട് ചൂടാറുമ്പോൾ മിക്സിയിൽ ചാലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ചിക്കൻ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ടാവണം. പിന്നെ നമുക്ക് ഈ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് എപ്പോഴും ബട്ടർ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഇതിലും ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായി തിളച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പോൾ ഇതിവിടെ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഞാനിതിലേക്ക് ഇനി ലാസ്റ്റായിട്ട് കസൂരി മേത്തി കുറച്ചൊന്ന് കയ്യിൽ തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മണമാണ് ഇതിലുണ്ടാവുക. ഇനി ഈ സമയത്ത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു അല്പം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ഈ എരിവും ഒക്കെ തന്നെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റോളം ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് കഴിഞ്ഞ് എടുക്കുമ്പോഴേക്കും കറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബട്ടർ ചിക്കനാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.